ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? അമ്പലത്തേക്കുള്ള ഒരു കാട്ടോ. അത് ഏതമ്പലം എന്നല്ലേ? അത് സർപ്രൈസാണ്. വീഡിയോയുടെ അവസാനം ഞാൻ ഏതമ്പലം എന്ന് പറയാം. ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിച്ച കാര്യം നടക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങി എൻ്റെ സുഹൃത്തിനെ പിക്ക് ചെയ്യാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ അവളുടെ അടുത്ത് പോയി അവളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ടു വീലറിൽ പോകുമ്പോൾ പാതിയിൽ വെച്ച് ഞങ്ങൾക്ക് മഴ കിട്ടിയായിരുന്നു കേട്ടോ. മഴ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ചിറക്കിലെത്തണേക്കാളും മുന്നേ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വേറെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അങ്ങനെ അമ്പലത്തിലെത്തി, തൊഴുതു. അങ്ങനെ 2 ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തിരിച്ചു. അപ്പോൾ പോയപ്പോൾ ഗേറ്റട കിട്ടി. വിശന്നിട്ടാണെങ്കിൽ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒല്ലൂർ ശ്രീഭവൻ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. 2 മീലാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അങ്ങനെ മീൽ ഓർഡർ ചെയ്തു. അവളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് തീരെ വയ്യായിരുന്നു. വരുന്ന തീരെ സുഖമില്ല. പിന്നെ അമ്പലത്തിൽ പോകണ കാരണം വിളിച്ചപ്പോൾ വന്നതാണ്. കുട്ടിയോട് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഫുഡ് കഴിക്കൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനായി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവൾ കുറച്ച് നാണുകുണിയാണ്. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി. അവിടുന്ന് ഞാൻ എൻ്റെ മക്കളെയും പിക്ക് ചെയ്തിട്ട് ഞാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അത്. അനിയത്തിയുടെ വീട്ടിൽ പോകാനുള്ള കാരണം മെയിനായിട്ട് ഈ മാസം 8-ാം തീയതി ഇവളുടെ പിറന്നാളാണ്. എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇവളിൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് തേർഡ് സ്റ്റഡ് കുത്തണമെന്ന്. അപ്പോൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോക്കാണിത്. അങ്ങനെ അവളുടെ ആഗ്രഹം, കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ ഞാൻ സാധിച്ചു കൊടുത്തു. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി കൊടുക്കണമെന്ന് നമ്മളെ അങ്ങേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആര്? പൗലോ കൊയ്ലോ എന്ന അദ്ദേഹം. അങ്ങനെ ആൾ പറഞ്ഞ വാക്കുകൾക്ക് പറഞ്ഞ വാക്കുകൾക്ക് അയ്യോ എനിക്കെന്താ പറയണ്ടതെന്ന് അറിയണില്ല. ആൾ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ഞാൻ ആൾക്ക് തേർഡ് സ്റ്റഡ് കുത്തിക്കൊടുത്തു. അപ്പോൾ എന്നോട് ക്ഷമിക്കുക, അതെന്താ വാക്ക് കിട്ടാണ്ട് സ്റ്റെക്കായത് കേട്ടോ. പിന്നെ അങ്ങനെ ആൾ തേർഡ് സ്റ്റഡ് കുത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ എൻ്റെ തേർഡ് സ്റ്റഡ് കുത്തിയായിരുന്നു. പക്ഷേ ആൾ വീഡിയോ എടുത്തില്ല. എന്നോട് അമ്മ എന്തിനാ വീഡിയോ എടുക്കണേ, ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ച ആങ്കയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ എൻ്റെ തേർഡ് സ്റ്റഡ് കുത്തിയായിരുന്നു. അവളോടൊപ്പം ഞാനും കുത്തിയായിരുന്നു. പക്ഷേ അതവൾ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുത്തി അനിയത്തിയുടെ വീട്ടിൽ പോയി. അവിടെ പോയിട്ടുള്ള ആ കുറുമ്പിയുടെ കളിയും ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള കളിയും ചിരി. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാട്ട് വരണ്ടാന്ന്. ആ പാട്ടിനുള്ള താളം പിടിക്കലായിരുന്നു അവളുടേത്. പാട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉള്ള നോട്ടാണ് കേട്ടത്. കണ്ടാ, പാട്ട് വീണ്ടും ഓൺ ചെയ്തു. തുടങ്ങട്ടെ, അതന്നെ. അങ്ങനെ അവളുടെ ഓരോ ആവേശമാണ്. ഓരോ പാട്ട് വരുമ്പോഴും ഭയങ്കര ആവേശമായിരുന്നു. അങ്ങനെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് അവളുടെ മെയിൻ സാധനം. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചുള്ളപ്പോൾ നല്ല കലപിലയാണ്, നല്ല നേരം പോക്കാണ്. ചില സമയത്ത് നല്ല ഇറിറ്റേഷനാണ്. കാരണം തല്ലുകൂട്ടം ചില കാര്യങ്ങൾക്ക് ഇതെൻ്റെ എന്നുള്ള പറഞ്ഞാൽ തല്ലുകൂട്ടം ഉണ്ടാകും. അങ്ങനെ അവളുടെ കലാപരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? എന്താ അല്ലേ? കുറുമ്പത്തിയാണ്, നല്ല കുറുമ്പത്തിയാണ്. നേരത്തെ പറഞ്ഞ അമ്പലം ഏതാണെന്നല്ലേ? അത് ആവണങ്ങാട്ടാട്ടോ. ആവണങ്ങാട്ട് ശ്രീ വിഷ്ണുമായ ടെമ്പിളാണ് പെരിങ്ങോട്ടുകര. നമ്മൾ എന്ത് വിചാരിച്ച കാര്യം അവിടെ നടക്കും. ഞാൻ അധികമൊന്നും പോയിട്ടില്ലെങ്കിലും പോവാറുണ്ട്. ഇടയ്ക്കും തലയ്ക്കൊക്കെ വർഷത്തിലൊരു 1-2 വട്ടം അമ്പലത്തിൽ പോവാറുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു. അമ്പലത്തിൽ പോകുന്നതിന് മുന്നാണ് ഞാൻ ആ വാർത്ത കേട്ടത്. ഞങ്ങൾ ഫസ്റ്റ് തമ്പനയിലായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലാത്തൊരു വേദനയായിരുന്നു ആ കുട്ടിയുടെ വിയോഗം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മയായതുകൊണ്ടായിരിക്കാം ഇത്ര വിഷമം. അമ്മമാർക്ക് മാത്രമല്ല, ആർക്കാണെങ്കിലും മനുഷ്യരായി ജനിച്ച ആർക്കാണെങ്കിലും വിഷമം വരുന്ന ഒരു കാര്യമാണ് നടന്നത്. ഒരു കുട്ടികൾക്കും ഇങ്ങനെ വരുത്തരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിലില്ലാണ്. അവരെ നമ്മൾ എന്താ പറയുക, എനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അത്രയും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ വാർത്ത. ഒരു കുട്ടിക്കും സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല ഇങ്ങനെ നടന്നത്.
പിന്നെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരാം. കുട്ടിയുടെ കലാപരിപാടി ഇനി കുറച്ച് നേരം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.